അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ഫോളോവേഴ്സും ലൈക്കും കമൻറ്റും ഷെയറും തന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്ത് എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഇനിയും പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് വെക്കുക. നമ്മൾ ഉടനെ തന്നെ നിങ്ങളിലോട്ട് എത്തുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡീറസ്റ്റ് വെച്ചിട്ടൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് വീഡിയോസ് ഉണ്ട്, എന്നാൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ ഈസി ആയിട്ട് എക്സ്ട്രാ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഡീറസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഒരു കളർഫുള്ളായിട്ട് ചെയ്താലോ എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കണേ. അപ്പോൾ അതൊരു ബോർഡിലോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്ക്. അപ്പോൾ നമ്മളിന്ന് ഇത് റെസ്റ്റ് അടിച്ച് വെച്ചാണ് ബോർഡാണ് കേട്ടോ. ഈ റെസ്റ്റ് അടിച്ച ബോർഡിൽ കളർ കൊടുത്തുകൊണ്ട് കളർ ഷെയ്ഡിലോട്ട് ഒരു പരീക്ഷണം നടത്തണേ. എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ ലൈവായിട്ട് നമുക്ക് അതിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എമൽഷനാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി റെസ്റ്റാണിത്. ഓൾറെഡി റെസ്റ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. റെസ്റ്റ് അടിച്ചിട്ടുണ്ട്, തരികളോ കാര്യങ്ങളില്ല, ഫൈനാണ്. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആളുകൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ബ്രഷ് ചെയ്ത് അടിച്ചതാണ്. ആ ബോർഡാണിത്. ക്ലാസ്സിൽ ഒന്നോരെ അടിച്ച ആ ബോർഡാണ്. ആ ബോർഡിലാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ വന്ന ആളുകൾ തന്ന അവരടിച്ചിട്ട് ആ ബോർഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. എമൽഷനാണ് ഉപയോഗിക്കുന്നത്, സാധാ എമൽഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു ഷെയ്ഡ് ആദ്യം കൊടുക്കുക, ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളർ ആദ്യം അപ്ലൈ ചെയ്യാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടേതായ ഒരു ഐഡിയയിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഈ ഒരു കളർ ആഡ് ചെയ്ത് വെക്കുക. ഒരു 2 കളർ ഷെയ്ഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ റെസ്റ്റ് അടിച്ചിട്ട് അതിന് മുകളിലാണ് ചെയ്തേക്കണം കേട്ടോ. ആക്ടിവേറ്റർ കൊടുത്തിട്ടില്ല, ആക്ടിവേറ്റർ ഇതിന് ശേഷം കൊടുക്കുന്നത്. അപ്പോൾ 2 കളറുകളും കൊടുത്ത് ഈ ഒരു ഫീൽഡിലോട്ടാണ് വന്നത്. താഴെ കിടക്കുന്നത് മൊത്തം റെസ്റ്റാണ്. നമ്മുടെ റെസ്റ്റിൻ്റെ പ്രത്യേകത ഒറ്റ കോട്ട് ചെയ്താൽ മതി, ബേസ് കോട്ട് പോലും അടിക്കേണ്ട, ഒറ്റ കോട്ട് മാത്രം അടിച്ചാൽ മതി. ക്ലാസ്സിലുള്ളവർ അടിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആക്ടിവേറ്റർ കൊടുക്കാനായിട്ട് ആക്ടിവേറ്റർ എ ഉണ്ട്. നമുക്ക് 2 ആക്ടിവേറ്റർ വന്നത്. അപ്പോൾ ആക്ടിവേറ്റർ എ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് റെസ്റ്റുള്ള ഭാഗങ്ങളിലും ഇതിന് മുകളിലോട്ടൊക്കെ ടോട്ടലി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അടിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡാർക്കും കുറച്ച് ബ്ലാക്കൊക്കെ കാണാനായിട്ട് നമ്മൾ ആ ഒരു ഈസി ആയിട്ട് കിടക്കുന്ന രീതിക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ആക്ടിവേറ്റർ കൊടുത്തതിന് ശേഷം ആക്ടിവേറ്റർ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിനൊന്ന് റെസ്റ്റ് ആകാനുള്ള സമയം കൊടുക്കുക. അത്യാവശ്യം സ്പീഡിലാവും. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും റെസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. റെസ്റ്റ് ഇതുപോലെ ഫോം ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം റെസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ആക്ടിവേറ്റർ, അടുത്ത ആക്ടിവേറ്റർ ഉണ്ട്, ബി എന്ന് പറഞ്ഞ ആക്ടിവേറ്റർ ഉണ്ട്. ബി ആക്ടിവേറ്റർ കൊടുക്കുമ്പോഴാണ് ഇച്ചിരി റെഡിഷ് കളറുകളൊക്കെ ഇച്ചിരി അത്യാവശ്യം കിട്ടുന്നത്. അത് ഡബിൾ ഷെയ്ഡിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എയും ബിയും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൊടുക്കുന്നത്. ആക്ടിവേറ്റർക്ക് ഈസിയാണ് കേട്ടോ, വളരെ സ്പ്രേ ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ട് കൊടുക്കാം. അതിന് മുന്നേ ഒരു പണിയും കൂടി ഉണ്ട്. നമ്മുടെ ഡീറസ്റ്റ് തന്നെ ഒന്നും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് ഇതിലൊക്കെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. എന്തിനാണ് പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. അതായത് ഇത് അടിയിലും അതിന് മുകളിൽ കുറച്ച് ബ്ലാക്കും ആ റെസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിന് 16 സ്ക്വയർ ഫീറ്റ് കിട്ടും. 1 കിലോ വരുന്ന മെറ്റീരിയലിൽ ഏകദേശം 160 സ്ക്വയർ ഫീറ്റ് അതിന് മുകളിൽ കിട്ടും. സിംഗിൾ കോട്ട് അടിച്ചാൽ മതി. പിന്നെ ഇതുപോലെ പഞ്ച് ചെയ്തിട്ടൊന്ന് പരുത്തി കൊടുക്കുക. ഈസി ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ, വളരെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഏരിയയാണ്. ഒരു കോട്ടിൽ തന്നെ നമുക്ക് റെസ്റ്റ് ഫിനിഷ് കിട്ടും. ഡബിൾ കോട്ട് അടിച്ച് നമുക്ക് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. റെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രം അതിന് മുകളിൽ മറ്റുള്ള വർക്കുകൾ ചെയ്യുക, ആക്ടിവേറ്റർ കൊടുക്കുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇത് മിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 10 ഗ്രാമിലോട്ട് 10 ഗ്രാം ഗമ്മ് വെച്ച് മിക്സ് ചെയ്യുക. ഈസിയാണ്. അത് നിങ്ങൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതുപോലെ പഞ്ച് ചെയ്തൊക്കെ വെക്കുക. ഒരു ആൻറ്റിക്ക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും ആ കളറുകളുടെ ഒരു ടൂണിച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ റെസ്റ്റ് തന്നെ, മറ്റേ ബ്ലാക്ക് അല്ല, റെസ്റ്റ് തന്നെയാണ് പഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ആ റെസ്റ്റിലോട്ട് വളരെ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ആ ടൂത്ത് ബ്രഷിൽ ആക്ടിവേറ്റർ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാട്ടോ. ഞാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം ആക്ടിവേറ്റർ ബിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ നേരത്തെ കൊടുത്തു പോയിട്ടോ. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൊടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും അവിടെയൊക്കെ റെഡ് വന്നേക്കണത്. ഞാനത് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, അയ്യോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ആക്ടിവേറ്റർ ബി നമ്മൾ പല ഇടങ്ങളിലായിട്ട് കൊടുക്കുക. ഇടങ്ങളിലായിട്ട് കൊടുക്കുമ്പോൾ 2 ഫീൽ വരും. ഒന്ന് നല്ല റെഡിഷും ഒന്ന് യെല്ലോയിഷിൽ റെഡിഷ് എന്നുള്ള ഫീൽ വരും. ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ആ യെല്ലോയിഷിൻ്റെ മുകളിൽ റെഡിഷ് വന്നിട്ടുണ്ട്. പിന്നെ കുത്തി കൊടുത്തോട്ട് ഒന്നും കൂടി ഇതാക്കിയപ്പോൾ ആ ഒരു ഫീൽ കണ്ട വേറെ ലെവലിലേക്കാണ്. അപ്പോൾ അങ്ങനെ പല ടൂണിൽ റെസ്റ്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആക്ടിവേറ്റർ കൊടുത്തേക്കണോണ്ട് തന്നെ അടിയിൽ റെസ്റ്റ് കിടക്കണോണ്ട് തന്നെ ഈ എമൽഷൻ്റെ മുകളിൽ കൂടി അടിയിൽ കൂടിയുള്ള റെസ്റ്റ് വന്നതുകൊണ്ട് തന്നെ എമൽഷൻ ഒന്ന് ഡള്ളാകുകയും ഇച്ചിരി കൂടി ഫീൽ കിട്ടുകയും ചെയ്യും, ഒരു ആൻറ്റിക്ക് ഫീൽ കിട്ടുകയും ചെയ്യും.
ഇത് നമ്മൾ ക്ലിയർ ഒന്നും അടിച്ചിട്ടില്ല, ക്ലിയർ അടിക്കാതെ തന്നെ തുടച്ച് കാണിക്കണ കയ്യിൽ പൊടിയാകും. കാരണം റെസ്റ്റ് വരുമ്പോൾ റെസ്റ്റ് പൊടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ കയ്യിലാകുമോ എന്നുള്ളൊരു കൺഫ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നാനോ തിന്നായിട്ടുള്ള പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ വളരെ ഈസി ആയിട്ട്. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറമൊക്കെ പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ആ പിൻട്രസ്റ്റിലൊക്കെ കിടക്കുന്ന ഫോട്ടോസുകളൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ റെസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റും. റെസ്റ്റിൻ്റെ ആ ഒരു ഫീലൊക്കെ കണ്ട പല ഷെയ്ഡിൽ പല ടൂണിലൊക്കെ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല ആ പെയിൻറ്റിലോട്ട് ആ റെസ്റ്റ് അടിയിൽ നിന്ന് ഫോമായിട്ട് അതും ഒരു ആൻറ്റിക്ക് ഫീലിലോട്ട് വന്നേക്കണുണ്ടോ. നമ്മുടെ സ്കില്ലനുസരിച്ച് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റ് പ്രോഡക്റ്റ് വേറെ ഇല്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അത്രയും സ്മൂത്ത് ഫിനിഷ് ക്ലാസ്സിൽ വന്ന ഓരോ ആളുകൾക്കും അതിൻ്റെ ഫിനിഷ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.